Hi friends, welcome to Janz Creation. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സിൽ ഇട്ടിരുന്നു നമ്മുടെ ഇലക്ട്രിക് ഫാബ്രിക് സിസേഴ്സിനെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. യൂസ്ഫുള്ളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സിസേഴ്സ് പോലെ തന്നെ ഇപ്പോൾ വളച്ചും ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു നമുക്ക് വളച്ചൊക്കെ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യണമല്ലോ, അങ്ങനെയൊക്കെ പാടാവുമോ എന്ന് സംശയം തോന്നിയായിരുന്നു. പക്ഷേ എങ്കിലും യൂസ് ചെയ്തപ്പം ആളും ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് കാണാം. നിങ്ങൾക്ക് ഇത് ആവശ്യക്കാർ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് റെഗുലർ ആയിട്ട് സിസേഴ്സ് യൂസ് ചെയ്യുന്നവർക്കായിരിക്കും ഇത് കൂടുതൽ യൂസ്ഫുൾ ആകുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോം പർപ്പസ് ആണെങ്കിൽ വളരെ കുറച്ച് നേരമല്ലേ നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാൽ നമ്മൾ റെഗുലറായിട്ട് കട്ട് ചെയ്യുന്നു, ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം റെഗുലറായിട്ട് നമ്മൾ കത്രിക പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കയ്യിൽ ഒരു പാടൊക്കെ മീൻസ് നമ്മൾ ഈ ഒരു ഫോഴ്സ് എടുക്കുമ്പോഴത്തേക്കും കൈക്ക് വേദന വരും. എനിക്ക് അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചിന്തിച്ചത്. അപ്പം എനിക്കിത് കണ്ടപ്പം കൊള്ളാമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. എൻ്റെ ഫസ്റ്റ് യൂസിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചാർജബിളാണ്, അതാണ് അതിനകത്ത് ഹൈലൈറ്റ്. നമുക്ക് ആവശ്യാനുസരണം ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ വയറുകളൊന്നുമില്ല. നമ്മൾ ഇലക്ട്രിക് കട്ടറുകളൊക്കെ സാധാരണ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ കോഡ് ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് കോഡ്ലെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം തന്നെ. പിന്നെ വലിയ വെയിറ്റ് ഒന്നുമില്ല, ഒരു സിസേഴ്സിൻ്റെ വെയിറ്റ് മാത്രമേ ഉള്ളൂ ഇതിനും. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഐറ്റം മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് മേടിച്ച സാധനം കൊറിയർ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അതിൻ്റെ അൺബോക്സിങ് നിങ്ങളുമായിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ സാധനം വന്നു. ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ആദ്യമായിട്ട് കിട്ടുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് കാരണം ഇത്തിരി സ്പീഡ് കൂടുതലാണ്. ഇതൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്ന ഐറ്റംസുകൾ. അതായത് അതിൻ്റെ മോട്ടർ, പിന്നെ 2 ബ്ലേഡ് ഉണ്ട്. ഒരു സ്പെയർ ബ്ലേഡ് കൂടി നമുക്കവർ തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കോഡ്, പിന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലും. അങ്ങനെ ഇത്ര ഐറ്റംസുകളാണ് ഈ ഒരു ബോക്സിനകത്ത് ഉണ്ടാവുക. പിന്നെ നമുക്ക് അതിന് ശേഷം നമ്മളിത് ഓരോന്നും ഇതെന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ, നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഓരോന്നും എന്താണെന്നുള്ളതൊന്നും തുറന്നൊക്കെ നോക്കുകയാണ്. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് അതിൻ്റെ മോട്ടർ വരുന്നത്. മോട്ടറിൻ്റെ ആ ഒരു സെറ്റിലേക്ക് നമ്മൾ ഈ ബ്ലേഡിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ആ ബ്ലേഡിൻ്റെ ആ ബാക്ക് സൈഡിലെ ഭാഗം ഈ ഒരു ബ്ലൂ പീസിൻ്റെ മുകളിലുള്ള ഒരു കറുത്ത ബട്ടണുണ്ട്, അതാണ് ലോക്ക് ബട്ടൺ. ആ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ബ്ലേഡ് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് ട്രയൽ ആൻഡ് റൺ നടത്തുമ്പോഴാണല്ലോ മനസ്സിലാകുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് പ്രസ് ചെയ്തു, അതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചു. അങ്ങനെയാണ് ചെയ്ത് നോക്കിയത്. സംഭവം ഈസി ടു ഹാൻഡിലാണ് കേട്ടോ, ചെയ്യാനും ഒക്കെ എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇതാണ് ആ ബട്ടൺ വരുന്നത്. അങ്ങനെയാണ് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് അയച്ചു തരുമ്പോൾ അവർ ഹാഫ് ചാർജ് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സംഭവം ഓണായി വർക്കാവുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ, വരുന്ന ബ്ലാക്ക്. അത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ബാക്കിൽ ഒരു ഗ്രീൻ ലൈറ്റ് ഓണാവും. എന്നിട്ട് നമ്മളൊന്ന് തുണിയിൽ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. തുണിയിൽ കട്ട് ചെയ്തപ്പോൾ നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് വലിയ പാടൊന്നുമില്ല, ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി, അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോളും. ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഞാൻ ആമസോണിലാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2669 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ചാനലിൽ, ജാൻസ് ക്രിയേഷൻ്റെ വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് USB കേബിൾ ചാർജാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫോണിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാനും എളുപ്പമാണ്.
പിന്നെ ഇതിനകത്ത് ഇതാ ഈ ഒരു സ്ലോട്ടിലേക്കാണ് നമ്മൾ ഈ ചാർജ് ചെയ്യാനുള്ള ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പ്ലഗിൽ കുത്തി കണക്ട് ചെയ്ത് ചാർജ് ചെയ്യും. ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ഒരു 2 to 5 hours ചാർജ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ബ്ലേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് അതിനകത്ത് ഓയിൽ ഇട്ട് കൊടുത്ത് ഒന്ന് മെയിൻ്റനൻസ് നടത്തണം. അത് 2 ബ്ലേഡിനും ഇടയ്ക്ക് ചെയ്ത് കൊടുക്കണം എന്ന് അവർ പറയുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോകാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ അലുവ കഷ്ണം കട്ട് ചെയ്യുന്ന പോലെ തന്നെ ലേസി ആയിട്ട് കട്ട് ചെയ്യാം. പക്ഷേ എന്നാൽ നമ്മൾ ആദ്യമായിട്ട് കട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു ഇത്തിരി സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണിയിൽ ബ്ലൗസിനും മറ്റു കാര്യങ്ങൾക്കും ആം ഹോളൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും വളച്ചിട്ടാണല്ലോ. അത് നമ്മൾ കട്ട് ചെയ്ത് 2-3 ദിവസം ഒന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലുവൻ്റായിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുന്നേ ഉള്ളൂ, പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ, എല്ലാവരിലേക്കും എത്തട്ടെ. ഓക്കെ.